വെൽക്കം ടു ടാംകോക്ക്. ഇതാണ് വിയറ്റ്നാമിലെ ഫേമസ് ആയിട്ടുള്ള നക്കഡോങ് നദി. ടാംകോക്ക് ഇത്രയും ഫേമസ് ആവാൻ കാരണം ഈ നദിയിലൂടെയുള്ള ബോട്ടിങ് തന്നെയാണ്. ഈ നദിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സ്ലോ ആയിട്ടാണ് ഒഴുകുന്നത്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേനും ഇത് ഒഴുകുന്നുണ്ടോ എന്ന് ഒരു ഡൗട്ട് ആവും. ഈ റിവറിനെ കൂടുതലും ഭംഗിയാക്കുന്ന വെള്ളത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ലൈംസ്റ്റോൺ മലകളും അതുപോലെ തന്നെ രണ്ട് സൈഡിലും പച്ച പൊതിച്ച് നിൽക്കുന്ന നെൽവയലുകളുമാണ്. വെള്ളം വന്ന് തട്ടി തട്ടി നാച്ചുറലി ഫോം ആയതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ലൈംസ്റ്റോൺ മലകളുടെ എല്ലാം ഷേപ്പിങ്ങിന്. പിന്നെ ഈ റിവർ 3 നാച്ചുറൽ കേവ്സിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ടാംകോക്ക് എന്ന് വിളിക്കുന്നത്. ടാം മീൻസ് 3, കോക്ക് മീൻസ് ഗുഹ. അതാണ് ടാംകോക്ക്. ഈ 3 ഗുഹകളിലൂടെ നമ്മൾ കടന്നു പോകും. അതിലെ ഫസ്റ്റ് ഗുഹയിലെത്താൻ തന്നെ ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. ഈ വെള്ളം ഇതുപോലെ ചില ഭാഗങ്ങളിൽ നല്ല പച്ച കളറിലും ചില ഭാഗങ്ങളിൽ കലങ്ങിയും കാണാം. ഇവിടുത്തെ ബോട്ടുകളെല്ലാം കാലുകൾ ഉപയോഗിച്ചാണ് തുഴയുന്നത്. അത് കാണാൻ തന്നെ വളരെ ഡിഫറെന്റ് ആണ്. നമ്മൾ സാധാരണയായി കണ്ടിട്ടുള്ളതെല്ലാം കൈകൊണ്ട് തുഴയുന്നതല്ലേ, എന്നാൽ അതിൽ അനായാസമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ കാലുകൊണ്ട് തുഴയുന്നത്. അതുപോലെ തന്നെ 95% ബോട്ടുകളും ഇവിടെ സ്ത്രീകളാണ് തുഴയുന്നത്. ഈ കേവ്സ് കാണാൻ പോകുന്നവരും കണ്ടു മടങ്ങുന്നവരുമായിട്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ടുണ്ട്. ഇത്ര അധികം ടൂറിസ്റ്റുകളായിട്ട് 300-ലധികം ബോട്ടുകൾ ഇതിൽ ഒരേ സമയത്ത് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെതായ ഒരു സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ചെറിയൊരു കാറ്റും ഈ പങ്കായം വന്ന് വെള്ളത്തിൽ തട്ടുന്ന ശബ്ദവും മാത്രമേ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ടാംകോക്കിനെ ഹാലോങ് ബേ ഓൺ ലാൻഡ് എന്നും വിളിക്കാറുണ്ട്. കാരണം ഹാലോങ് ബേയിൽ കടലിന് നടുവിൽ നിന്നുമാണ് ലൈംസ്റ്റോൺ മൗണ്ടൻ ചോർന്നു നിൽക്കുന്നത്, ടാംകോക്കിൽ കരയിലും. ഇനി നമ്മൾ കേവ്സിന്റെ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.